ഉറക്കിലേക്ക് അവർ ഉറങ്ങുകയാണ്. ശരിക്കും മനസ്സിലാക്കണം, അവരുറങ്ങുകയാണ്, ഉറക്കിക്കിടത്തുകയാണ് അല്ലാഹു. അവർ മരിച്ചിട്ടില്ല, അവർ മരിച്ചിട്ടില്ല. ശ്വാസമയക്കുന്നുണ്ട്, കണ്ണുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അവരുടെ ചെവികൾക്ക് കേൾവി തീരെയില്ല, കണ്ണുകൾ തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷേ കാണുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അവർ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ 18-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള സൂക്തത്തിൽ പറഞ്ഞു, നബിയേ, അവരുടെ കിടപ്പെങ്ങാനും നീ കണ്ടിരുന്നുവെങ്കിൽ, രണ്ട് കണ്ണുകളും തുറന്നു വെച്ച് അവരുടെ കിടപ്പെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ പേടിച്ചു പോകുമായിരുന്നു. ആ അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ കിടക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകുമായിരുന്നു എന്ന്. അപ്പൊ എന്താ? കണ്ണ് തുറന്നു വെച്ച് കാതുകളിലെ പൂർണ്ണമായ കേൾവി പൂർണ്ണമായ അല്ലാഹു എടുത്തു കളഞ്ഞു, അല്ലേ? അങ്ങനെയാണ് അവർ കിടക്കുന്നത്. മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഹാർട്ട് പിടിക്കുന്നുണ്ടോ? ഉണ്ട്. ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അവർ ഉറങ്ങുകയാണ്, ഗാഢമായ ഉറങ്ങും. എത്ര കൊല്ലം, എത്ര ദിവസം, എത്ര മാസം, എത്ര വർഷം? ആലോചിക്കും. എത്ര 3 നൂറ്റാണ്ടിലധികം, 309 കൊല്ലം, 3 നൂറ്റാണ്ട്, 300 കൊല്ലത്തിലധികം, 310 കൊല്ലത്തോളം, അല്ലേ? ശരിക്കു പറഞ്ഞാൽ 309 വർഷം ഗുഹയിൽ അവർ ഉറങ്ങിക്കിടക്കുക. ലോകത്തെ ആരെങ്കിലും അവർ കണ്ടോ? ലോകരെ ആരെങ്കിലും അവർ അറിഞ്ഞോ? ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ അറിഞ്ഞോ? ചിന്തിക്കണം. നമ്പർ 1, ഒന്നാമത്തെ പോയിന്റ്, ഇവിടെ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് ഉറങ്ങുന്നത്. അല്ലാഹ് ഇഷ്ടപ്പെട്ട, അല്ലാഹ് സംരക്ഷിച്ച, അല്ലാഹ് ഖുർആനിൽ വിശദീകരിച്ച ലോകാവസാനം വരെയുള്ള മാനവരാശി സൂറത്ത് കഹ്ഫ് ഓതാതെ ഖുർആൻ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ലോകാവസാനം വരെ ഈ ഔലിയാക്കളെ ലോകം ഓർക്കുന്നു. അങ്ങനെയുള്ള ഔലിയാക്കൾ അവരുറങ്ങുകയാണ്. അവർ മരിച്ചിട്ടില്ല, അവർ മരിച്ചിട്ടില്ല. അവരുടെ ഹാർട്ടിന്റെ വർക്ക് നിന്നിട്ടില്ല. അവരുടെ സെറിബ്രം വർക്ക് ചെയ്യും, അവരുടെ കിഡ്നി വർക്ക് ചെയ്യുന്നു, അവരുടെ കണ്ണുകൾ തുറന്നു വെക്കുന്നു. എന്നിട്ട് പോലും 300 കൊല്ലം പിന്നിട്ടത് അവരറിയുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ലോകം മാറി, കാലം മാറി, രാജാവ് മാറി, പ്രജകൾ മാറി, നാണയം മാറി, കറൻസി മാറി, എന്നിട്ടും അവരറിഞ്ഞില്ല. എല്ലാവരും ചിന്തിക്കണം. സുന്നികൾ ചിന്തിക്കണം, മുജാഹിദ് ചിന്തിക്കണം, തബ്ലീഗ് ചിന്തിക്കണം, ഖാദിയാനി ചിന്തിക്കണം, മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? അല്ലാഹുവിന്റെ ഏറ്റവും പ്രസിദ്ധരായ ഔലിയാക്കന്മാർ അവർ 309 കൊല്ലം ഗുഹയിൽ കിടന്നു, ഉറങ്ങാൻ മരിച്ചിട്ടില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഉറങ്ങുകയാണ് അവർ മരിച്ചിട്ടില്ല. ആ ആളുകൾ 309 കൊല്ലം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നു. ഖുർആനാണ് പറയുന്നത്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. സത്യസന്ധമായി തെല്ലും തെരിമ്പും സൂചിമുനമ്പ് കണക്കെ തിന്മ കടന്നു വരാത്ത ഖുർആൻ, ഒരു സൂചിമുനമ്പിന്റെ പൊട്ടുപോലും തിന്മ കടന്നു വന്നിട്ടില്ലാത്ത, മുമ്പിലൂടെ പിന്നിലൂടെ റൈറ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ ഇല്ല, ഒരു ഭാഗത്തുകൂടെയും അസ്പർശതയുടെ അല്ലെങ്കിൽ തെറ്റിന്റെ എന്തെങ്കിലും ഒന്ന് കടന്നു വരാത്ത ദൈവീക ഗ്രന്ഥം, അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലാണ് പറയുന്നത് 309 കൊല്ലക്കാലം അവരെ ഉറക്കിക്കിടത്തി എന്ന് ചരിത്രം, അല്ലേ? അങ്ങനെ 3 നൂറ്റാണ്ടിലധികം അവർ ഉറങ്ങിക്കിടക്കുന്നു, എന്നാൽ അവർ മരിച്ചിട്ടില്ല. ഇവർ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഖുർആനാണ് പറയുന്നത്, ഇവർ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ടോ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അവർ പരസ്പരം മുഖാമുഖം നോക്കുന്നു, പരസ്പരം നോക്കുന്നു. എന്നിട്ട് അവർ സംസാരിക്കുന്നു. എന്താ അവരുടെ സംസാരം? അവർ ചോദിച്ചു, എത്ര സമയം ഇറങ്ങി? 1 ദിവസം. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കളാ പറയുന്നത്. 1 ദിവസം ഇറങ്ങി, അല്ലെങ്കിലോ 1 ദിവസത്തിന്റെ പാതി, കുറച്ച് സമയം. നുണ പറയോ ഔലിയാക്കൾ? ഔലിയാക്കൾ നുണ പറയുമോ? അനുഭവിച്ചറിഞ്ഞത് അറിഞ്ഞിട്ടും പറയാതിരിക്കുമോ? അതായത് 309 കൊല്ലം ഞങ്ങൾ ഉറങ്ങി, ലോകത്ത് പല മാറ്റങ്ങളും ഉണ്ടായി എന്നറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഒരു നാടകം, ഒരു ഡ്രാമ അവരരങ്ങേറുമോ? ചിന്തിക്കൂ. അവരറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ചുവോ, അതോ അവരറിയാതിരുന്നുവോ? നാം എന്ത് വിശ്വസിക്കണം? അല്ലാഹു പറയുന്നു, അവർ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ എത്ര ഉറങ്ങി? അവർ പറയാണ്, വളരെ ചുരുങ്ങിയ ഒരു സമയം. അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന് നീ ധരിച്ചു പോകും. അല്ലാഹു പറയാ, കണ്ണു തുറന്നായിരുന്നു അവർ ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് അവർ അന്യോന്യം ചോദ്യം നടത്തുവാൻ തക്കവണ്ണം നാം അവരെ എഴുന്നേൽപ്പിച്ചു. അല്ലാഹു പറയാൻ 19-ാം അധ്യായം 18-ാം അധ്യായത്തിലെ 19-ാമത്തെ സൂക്തം, അവർ അന്യോന്യം സംസാരിക്കുന്നതിന് വേണ്ടി നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അവർ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ഗുഹയിൽ
കഴിച്ചുകൂട്ടി. മറ്റുള്ളവർ പറഞ്ഞു, നാം ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ഈ ഗുഹയിൽ കിടന്നു. എങ്ങനെ? ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ നാം ഗുഹയിൽ ഉറങ്ങിക്കിടന്നു. ആരാ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ശരി, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. എന്നിട്ട് ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ കഴിച്ചുകൂട്ടി എന്ന് നിങ്ങൾ അതിന് നിങ്ങളുടെ രക്ഷിതാവാകുന്നു, നിങ്ങൾ കഴിച്ചുകൂട്ടിയതിനെ പറ്റി ശരിയായി അറിയുന്നവൻ. എന്നാൽ നിങ്ങളിലൊരാൾ നിങ്ങളുടെ വെള്ളി നാണയവുമായി ഒന്ന് പുറത്തേക്ക് പോകണം. ഇതാണ് പ്രശ്നം. ഉണ്ടോ? അവർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പാതി. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നന്നായിട്ടൊന്ന് ആലോചിച്ചേ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ 309 കൊല്ലം ഉറങ്ങിക്കിടന്ന് എഴുന്നേക്കുമ്പോ അവർ പറയാണ്, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ ആണ് നാം ഉറങ്ങിയത് എന്ന്. എന്നിട്ട് അവർക്ക് വിശപ്പനുഭവപ്പെട്ടു. അപ്പോൾ അവരുടെ കൈകളിലുണ്ടായിരുന്ന നാണയം എത്ര കൊല്ലം മുമ്പുള്ളതാ? 300 കൊല്ലം മുമ്പുള്ള നാണയം. ആ നാണയം ഒരാളുടെ കയ്യിലേൽപ്പിച്ചിട്ട് അവർ പറയാൻ, നീ മാർക്കറ്റിൽ ചെല്ല്, നല്ലൊരു കടയിൽ ചെന്ന് നമുക്ക് ആവശ്യമുള്ള നല്ല ഭക്ഷണം സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ. അതോടൊപ്പം നീ കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ചുരുങ്ങിയ സമയമായിട്ടേ ഗുഹയിൽ അഭയം പ്രാപിച്ചിട്ട് നമ്മളെ തേടി നമ്മുടെ കിങ്കരന്മാർ, ശത്രുക്കൾ, രാജാവ്, അനുയായികൾ നമ്മെ തേടി വരുന്നുണ്ടാകും. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അല്ലേ? ആരാത് പറയുന്നത്? ഔലിയാക്കന്മാർ. അവരറിഞ്ഞില്ല 300 കൊല്ലം പിന്നിട്ടത്. അവരറിഞ്ഞില്ല രാജാവും ലോകവും മാറിയത്. അവരറിഞ്ഞില്ല നാണയങ്ങൾ മാറിയത്. നാം എന്ത് മനസ്സിലാക്കണം? അള്ള പഠിപ്പിച്ച ഔലിയാക്കളുടെ സ്ഥിതിയാണിത്. അള്ള സർട്ടിഫിക്കറ്റ് നൽകിയ ഔലിയാക്കളുടെ സ്ഥിതിയാണിത്. എങ്കിൽ നാം സർട്ടിഫിക്കറ്റ് നൽകിയ കള്ള ഔലിയാക്കന്മാരെന്ന് പറയുന്നവരുടെ അവസ്ഥ എന്താ? ആലോചിക്കണം. എന്നിട്ട് ഈ ചങ്ങാതി കടയിൽ നാണയവുമായി ചെല്ലുക. അല്ലേ? കടയിൽ നാണയവുമായി ചെല്ലുക. ആ നാണയം ആ കടക്കാരന്റെ കയ്യിലേക്ക് നീട്ടി അയാൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ആരടാ ഇവൻ? കടക്കാരന്റെ നോട്ടം ഇത്. ആരടാ ഇവൻ? കാരണം എന്താ? ആ കാലത്ത് നിലനിൽക്കുന്ന നാണയമല്ല കൊടുത്തത്, പരിചയം പോലിലേക്ക് ആ നാണയം. ഒരു 300 കൊല്ലം മുമ്പ്, 3 നൂറ്റാണ്ട് മുമ്പ് ഉള്ള നാണയമാണ് ഇയാൾ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കടക്കാരന് സംശയം, ഇതാരാണ്? ഇവരാരാ? ഇവന്റെ കൈകളിലെ നാണയമേത്? അപ്പോഴാണ് ഈ പോയ ചെങ്ങാതി അറിയുന്നത് കാലവും ലോകവും നാണയവും ഒക്കെ മാറിപ്പോയി എന്ന്. നാണയം മാറിയത് അറിഞ്ഞിരുന്നുവെങ്കിൽ കടക്കാരന്റെ കൈകളിൽ ആ നാണയം കൊടുത്ത് നാണം കെടാൻ അള്ളാന്റെ ഔലിയാക്കൾ പോവോ? ചിന്തിക്കും. അള്ളാഹു തന്ന തലച്ചോറ് എല്ലാവരും വർക്കൗട്ട് ചെയ്യട്ടെ, എല്ലാവരും ഒന്ന് ആലോചിക്കട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൈകളിലെ നാണയം അത് 3 നൂറ്റാണ്ട് മുമ്പുള്ള നാണയമാണ്. ഞങ്ങൾ 3 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു എന്ന് അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ കടക്കാരന്റെ കൈകളിൽ ആ നാണയം കൊടുക്കുമായിരുന്നോ? ഇല്ല എന്നുറപ്പ്. ഇത് എന്തിനാ അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചത്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് മാനവരാശിയെ അല്ലാഹു നയിക്കുന്നത്. അല്ലേ? ഏറ്റവും ചൊവ്വായതിലേക്ക്. ആ ഖുർആനിലെ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ കഥകൾ വിശദീകരിക്കുന്നിടത്ത് നാം ഇന്നത്തെ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ശരിയല്ല എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അല്ലേ? തീർച്ചയായും. ഇനി അള്ള പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ ആരാ? അത് പരിശോധിക്കണമല്ലോ. അല്ലാഹു ഖുർആനിൽ അലാ, ഈ അറബിയിൽ അലാ എന്ന് പറഞ്ഞാൽ ഗൗരവമായ ഒരു കാര്യം അറിയിക്കാനാണ് അലാ എന്ന പ്രയോഗം നടത്തുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ജനങ്ങളെ ജാഗ്രതാക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുള്ള, അവ്യക്തതകളുള്ള കാര്യങ്ങൾ, ഗൗരവപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ തറപ്പിച്ചും ഉറപ്പിച്ചും പഠിപ്പിക്കാനാണ് അലാ എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെ പ്രയോഗിച്ച് പഠിപ്പിച്ച ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഔലിയാക്കളുടെ കാര്യം. ഖുർആനിൽ അലാ എന്ന് പ്രയോഗിച്ചുകൊണ്ട് അള്ള പരിചയപ്പെടുത്തിയ ഒരു വിഭാഗം ആളുകൾ ഔലിയ. നമ്മുടെ നാട്ടിൽ ഔലിയ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗമാണ്. ഔലിയ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗമാണ്. ഔലിയാക്കളെ പറ്റി ഇന്നത്തെ മുസ്ലിങ്ങളുടെ ധാരണകൾ ഇപ്പൊ നോക്കുങ്ങള്. സുന്നത്തിയമായത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. AP സുന്നികളുടെ പണ്ഡിതൻ സുലൈമാൻ സക്കാഫി മാളിയക്കൽ എഴുതിയ